കഴിഞ്ഞാൽ ഉത്സവകാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രം. മലനിരകളാൽ ചുറ്റപ്പെട്ട മഴയിൽ കോടമഞ്ഞു നിൽക്കുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സന്ദർശിക്കാൻ ദിനംപ്രതി നിരവധി തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷയാഗ ഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം. തന്റെ സമ്മതമില്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത സതീദേവിയെയും ശിവനെയും ക്ഷണിക്കാതെ സതീദേവിയുടെ പിതാവ് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. പിതാവ് നടത്തുന്ന യാഗത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ സതീദേവിയെ ദക്ഷൻ ആക്ഷേപിച്ചുവെന്നും അപമാനിതയായ ദേവി യാഗാഗ്നിയിൽ സ്വയം ദഹിച്ചുവെന്നുമാണ് കഥ. ഇതിൽ കലിപൂണ്ട പരമശിവൻ വീരഭദ്രനെയും ഭൂതഗണങ്ങളെയും അയച്ച് യാഗശാല തകർത്തു. ദക്ഷൻ ഉൾപ്പെടെയുള്ള യാഗസഭയെ വകവരുത്തുകയും ചെയ്തു. ഭഗവാന്റെ കൽപ്പന പ്രകാരം വീരഭദ്രൻ ദക്ഷന്റെ തലയെടുത്തു. ദക്ഷന്റെ നീണ്ട താടിയാണ് മുളയിൽ നിന്നുണ്ടാകുന്ന ഓടപ്പൂവിന്റെ സങ്കല്പത്തിന് കാരണമത്രേ. ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും യാചന കേട്ട് ദക്ഷനെയും മറ്റും ജീവിപ്പിച്ച് ശിവൻ യാഗം പൂർത്തിയാക്കിയെന്നും യാഗഭൂമിയിൽ സ്വയംഭൂവായി പരിണമിച്ചുവെന്നുമാണ് ഐതിഹ്യം. കാലങ്ങൾക്ക് ശേഷം യാഗഭൂമിയായിരുന്ന ഈ കാട്ടിൽ വേട്ട നടത്തി ജീവിച്ചിരുന്ന കുറിച്യ സമുദായത്തിലെ ഒരു അംഗം അമ്പിന് മൂർച്ച കൂട്ടാൻ നദിക്കരയിലെ കല്ലിൽ വിളിച്ചു. പൊടുന്നനെ കല്ലിൽ നിന്നും ചോരയൊഴുകാൻ തുടങ്ങി. രക്തപ്രവാഹം കണ്ട് ഭയന്ന അദ്ദേഹം നാടുവാണിരുന്ന പ്രദേശത്തെ 4 തറവാട്ടുകാരണവന്മാരോട് വിവരം അറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ തന്ത്രവര്യന്മാർ ദക്ഷയാഗഭൂമിയും സ്വയംഭൂ വിഗ്രഹവും ദൈവസാന്നിധ്യവും തിരിച്ചറിയുകയായിരുന്നു. രക്തപ്രവാഹം നിർത്താനായി ശിലയിൽ നെയ്യും പാലും ഇളനീരും മാറി മാറി അഭിഷേകം ചെയ്തു. ഈ ക്രമത്തിലാണ് ഇന്നും കൊട്ടിയൂരിൽ അഭിഷേകം നടക്കുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങിൽ മുൻപിൽ നടക്കുന്നത് ഒറ്റപ്പിലാൻ സ്ഥാനികനാണ്. അന്ന് വഴികാട്ടാൻ പോയ കുറിച്യ സമുദായത്തിന്റെ പിൻതലമുറക്കാരാണ് ഇവർ. നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ കഥകൾ അറിയാൻ DNN24 സബ്സ്ക്രൈബ് ചെയ്യുക.